അവസാനത്തെ 10നെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു 10 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ ലൈലത്തുൽ ഖദറിന്റെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്ന സമയമാണിപ്പോ. ഇന്ന് 1ാമത്തെ രാവാണ്. നമ്മൾ നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട് 20 നോമ്പായി ഇന്നേക്ക്. നാളെ 21ആണ്, 21ാം രാവാണ്. വിശുദ്ധ ഖുർആൻ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ട ദിനരാത്രങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ളത്. ഖുർആൻ പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയമായും നാം ഇതിനെ ഖുർആനിനെ ഇറക്കിയത് ഖദറിന്റെ രാത്രിയിലാണ്. എന്നിട്ട് ഖുർആൻ ചോദിച്ചു, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അതെന്താന്ന് എനിക്കറിയോ? വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, അതേക്കുറിച്ച് നിനക്ക് എന്തറിയാം എന്ന് ചോദിക്കാം. എന്നിട്ട് ആ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അല്ലാഹ് പഠിപ്പിച്ച ലൈലത്തുൽ ഖദരി. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ രാവിനാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദർ നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവ് എന്നാണ്. സഹോദരങ്ങളെ, 1000 മാസം എന്ന് പറഞ്ഞാല് 83 വർഷവും 4 മാസവുമാണ്. 1000 മാസമാകണമെങ്കിൽ 83 വർഷവും 4 മാസം തികയണം. അപ്പോഴേ 1000 മാസമാകുള്ളൂ. ഈ 1000 മാസത്തെ നമുക്ക് 5 ആയി ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയാൽ നിങ്ങള് ആകെ 10 ദിവസം ഇനി നമുക്ക് ബാക്കി നിൽക്കുമ്പോ അതിൽ 5 ദിവസം ഒറ്റ രാവുകളാണ്, ഖദറിന്റെ രാവുകളാണ്. ആ ഖദറിന്റെ രാവിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോ ഏകദേശം 416 വർഷം അമല് ചെയ്ത കൂലിയാണ്. മനസ്സിലാവുന്നുണ്ടാവില്ല കാര്യം. 83.33 എന്ന് പറഞ്ഞാൽ പിന്നെ ഏകദേശം 4 മാസം. 83 കഴിഞ്ഞിട്ട് 4 മാസം കൂടി കൂടുമ്പോഴേ എന്താകുള്ളൂ അറിയോ? 1000 മാസമാകുള്ളൂ. ഈ 1000 മാസത്തെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ 83.33 ഇൻറ്റു 5, ഞാൻ 5 ദിവസമാണ്. ഈ 5 ദിവസം കൊണ്ട് ഒരാൾ ചെയ്യുന്ന അമല് 416 വർഷം അമല് ചെയ്ത കൂലിയാണ് ഈ ഒരൊറ്റ രാവ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കൂ. പോട്ടെ 87 കിട്ടും നമുക്കൊക്കെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയമാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70. എന്റെ ഉമ്മത്തിലെ ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 60ന്റെയും 70ന്റെയും ഇടക്കാണ്. ഇനി നമ്മളൊന്ന് ചിന്തിക്കാം, നമ്മൾക്ക് എത്ര വയസ്സായി? ഇനി നമുക്ക് എത്ര കാലം ഇവിടെ ഉണ്ട്? ഈ പറഞ്ഞ കണക്കിലാണെങ്കിൽ ഇല്ലല്ലോ, ഇന്നിപ്പോ അതൊന്നുമില്ല, അതൊക്കെ ചുരുങ്ങി. ഇന്ന് ചെറുപ്പക്കാരാണ് പെട്ടെന്ന് മരിച്ചു വീണത്. 8ഉം 10ഉം 11ഉം 15ഉം ഒക്കെ വയസ്സുള്ള കുട്ടികൾ വെറുതെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാലാവധി കിട്ടിയാൽ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. അതും ഒരു കണക്കിന് ഹൈറാണ്. ആയുസ് നമുക്ക് നീട്ടി ചോദിക്കാം, പ്രശ്നമൊന്നുമില്ല. ഒരാൾക്ക് ആയുസ് നീട്ടി കിട്ടി, ഒരാൾ യുദ്ധത്തിൽ ഷഹീദായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെക്കാൾ ഉത്തമൻ അതിനുശേഷം മരിച്ച ആളാണ്. സഹാബത്ത് ചോദിച്ചു, എന്താ റസൂലായി, ജിഹാദിൽ കൊല്ലപ്പെട്ട ഒരാളെക്കാൾ പ്രതിഫലം മറ്റേയാൾക്കാണോ എന്ന് ചോദിച്ചപ്പോ റസൂൽ പറഞ്ഞെന്തറിയോ? അയാൾക്കാണ് പ്രതിഫലം കൂടുതൽ. കാരണം എന്താ? അയാളാണ് നേരത്തെ സ്വർഗത്തൊക്കെ പോവുക. കാരണം കൊല്ലപ്പെട്ടവൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ജീവിച്ച് പിന്നീട് മരിച്ച മനുഷ്യന് അത്രയും കാലം അമലുകൾ ചെയ്യാനും ഇസ്തിഗ്ഫാറിന് ചോദിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ഈ ആയുസ് നമുക്കൊരു ബോണസായി നമ്മൾ കാണണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്,
ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഖുർആൻ തന്നെ പഠിപ്പിച്ചത് എന്താ? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ. അന്ന് മലക്കുകള് അല്ലാഹുവിന്റെ റൂഹ്, ആത്മാവ് അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അല്ലേ? ഇത് എല്ലാ രാവിലും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒക്കെ രാവുകളിൽ പ്രത്യേകിച്ചുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അല്ലാഹുവിന് വേണ്ടി പരിപൂർണമായും നമ്മളെ മാറ്റിവെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നാം എടുക്കേണ്ട തീരുമാനം ഇഅ്തികാഫിന്റെ വിഷയത്തിലാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅ്തഖിഫു അൽ-അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു. റസൂലുള്ളാഹ് മരിക്കുന്നത് വരെ അവസാനത്തെ 10 പള്ളിയിൽ റമളാനിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹ് ഇഅ്തികാഫ് ഇരിക്കാറുണ്ട്. റസൂലുള്ളാഹ് പറഞ്ഞ ഇഅ്തികാഫ് ഇരുന്നിട്ട് എന്ത് പൊറുപ്പിക്കലാ റസൂലുള്ളാഹ്ക്കുള്ളത്. എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി. റസൂലുള്ളാഹിന്റെ കാലശേഷം പ്രവാചകന്റെ ഭാര്യമാരും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോ പള്ളിയിൽ അല്ലാതെ ഇഅ്തികാഫ് പറ്റുമോ? ഇല്ല. പേരിൽ നിന്നാലെ കൂലി കിട്ടൂല. പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പള്ളിയിൽ പോയി ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് പള്ളി പറ്റുമോ? പറ്റുമെന്ന് ഈ ഹദീസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സ്ത്രീകൾക്കും എന്ത് പറ്റും? ഇഅ്തികാഫ് പറ്റുമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങളെ, മൂന്നാമത്തെ ഒരു കാര്യം എന്താ അറിയോ? ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് പരിപൂർണമായും ഇന്ന ദിവസങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കും. രണ്ടാമത്തത് ഇഅ്തികാഫിന്റെ വിഷയമാണ്. മൂന്നാമത്തത് എന്താന്ന് വെച്ചാൽ പ്രത്യേകമായ പ്രാർത്ഥനകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ഏറെ ചൊല്ലുന്നത് അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ, അല്ലാഹുവേ നീ മാപ്പാക്കുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ അതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നി, എന്നിൽ നിന്ന് നീ മാപ്പാക്കണട്ടോ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നമ്മൾ ധാരാളമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ വിഷയം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. അപ്പോ നമുക്ക് ഇനിയിപ്പോ പറയാനുള്ളത് അത് തന്നെയാണ്. റമദാൻ കൊണ്ട് കഴിയുമ്പോൾ ഒരു പാപവും ബാക്കിയാക്കാത്ത രീതിയിലായിരിക്കണം നമ്മള് റമദാനെ യാത്രയാക്കുന്നത്. എല്ലാം അല്ലാഹു നമുക്ക് പുറത്തു തരും. നമ്മൾ ചോദിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അല്ലാഹ് പുറത്തു തരാൻ തയ്യാറാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയാണ്. നാലാമത്തെ വിഷയം, വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. ഒരു ദിവസം കൊണ്ട് ഖുർആൻ 30 ദിവസവും പാരായണം ചെയ്യുന്ന സഹാബത്തുണ്ടായിരുന്നു. ചില സഹാബികളെ കുറിച്ച് പഠിക്കുമ്പോൾ 3 ഖത്തം തീർത്താണ് കാണാൻ സാധിക്കുന്നത് ദിവസം കൊണ്ട്. ഇതിനെക്കുറിച്ച് ഭയങ്കര ചർച്ച വന്നപ്പോ ഈ റംസാനില്. അപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരാള് കാര്യമായിട്ട് മെനക്കെടുകയാണെങ്കിൽ നമസ്കാരത്തിനും മറ്റുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കും അല്ലാതെ ഒരാൾ മെനക്കെടുകയാണെങ്കിൽ അതിന് കഴിയുമെന്നുള്ളതാണ്. സഹാബത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തില് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ആലോചന നടത്തേണ്ട സമയമാണ്. അഞ്ചാമത്തെ വിഷയം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ രാത്രി നമസ്കാരമാണ്. തറാവീഹിന്റെ വിഷയം, മൻ ഖാമ റമളാൻ ഈമാനൻ വഖ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ വഖ്തിസാബെന്ന അവൻ ഈമാന് വേണം, അതേപ്രകാരം ഇഹ്തിസാബ് വേണം. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോട് കൂടി നിസ്കരിക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകാല പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. ഈ വിഷയത്തിൽ നിന്ന് നമ്മളവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് പല പള്ളികളും കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. തറാവീഹിലൊക്കെ ആള് കുറഞ്ഞു. ആദ്യത്തെ കുട്ടികളൊക്കെ വളരെ സജീവമായിട്ട് നമ്മുടെ പള്ളികളിലൊക്കെ ഉണ്ടായിരുന്നു.
എന്നതിങ്ങനെ കുറഞ്ഞ് ഒരു വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്, പക്ഷെ പള്ളി കിട്ടുന്നില്ല. വാപ്പാനടുത്ത് പോവുകയും ചെയ്ത് ഉമ്മാനടുത്ത് എത്തിയുമില്ല. ഈ ഒരു അവസ്ഥയിലാണ് പലപ്പോഴും പല പള്ളികളുള്ളത്. ഇന്നലൊക്കെ ഞാൻ തറാവീഹിന് പോണ പള്ളിയിൽ ഒരു 2 സ്വഫ് അങ്ങോട്ട് കത്തിച്ചെത്തുന്നുള്ളൂ. തുടക്കത്തിൽ 4 സ്വഫ് ഉണ്ടായിരുന്ന 2 സ്വഫ് ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഒരു റമദാനിൽ ഇതേ പ്രകാരം രാത്രി നമസ്കാരത്തിലുള്ള അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്കറിയാം, ഞാൻ ഓതി കേൾപ്പിച്ച ഒരായത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലുള്ള ആയത്താണ്. അതിൽ അല്ലാഹ് പഠിപ്പിക്കണം, അലം യഗീനില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുകും ലിദിക്രില്ലാഹ്. അള്ളാഹു അവതരിപ്പിച്ച ദിക്റിലേക്ക് നിങ്ങളുടെ ഹൃദയം ഇനിയും വിനയപ്പെട്ട് മടങ്ങാൻ സമയമായിട്ടില്ലേ? ഇതാണ് ഖുർആന്റെ ചോദ്യം. നിങ്ങൾക്ക് ഇനി മടങ്ങാൻ സമയമായിട്ടില്ലേ? വമാ നസല മിനൽ ഹഖ്, അള്ളാഹു അവതരിപ്പിച്ച ഹക്കിലേക്കും വലാ യകൂനു, നിങ്ങൾ ആയി മാറാൻ പാടില്ല. കല്ലദീന ഊതുൽ കിതാബ, കിതാബ് നൽകപ്പെട്ട ആൾക്കാരെ മാതിരിയാകാൻ പാടില്ല. അഹ്ലു കിതാബുകാരെ മാതിരി ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പോലെ നിങ്ങൾ ആയി മാറാൻ പാടില്ല. ഫത്വാല അലൈഹിമുൽ അമദു ഫകസത ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ. കാലങ്ങൾ കുറെ ഇങ്ങനെ ജീവിക്കാനുള്ള അവസരം കൊടുത്തപ്പോ അവരെന്തായി മാറിയെന്നറിയോ? അവരുടെ ഹൃദയം കടുത്തുപോയി, കഠിന ഹൃദയന്മാരായിട്ട് അവർ മാറി. വകസീറുൻ മിൻഹും ഫാസിഖൂൻ, അധിക ആളുകളും അത് തമ്മാടികളായി മാറിയിട്ടുണ്ട്. ഖുർആൻ ഉപയോഗിച്ച വാക്കതാണ് ഫാസിഖ് എന്നാണ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ പച്ച മന്ന തമ്മാടി, തനിച്ച തമ്മാടി. ആ തമ്മാടികളെ മാതിരി നിങ്ങൾ ആയി മാറാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മടങ്ങാൻ സമയമായിട്ടില്ലേ? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്ത് ഇറങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടി ഏകദേശം ഒരു 4 വർഷമായിട്ടുള്ളൂ. 4 വർഷം. ആ 4 വർഷം ആയപ്പോൾ ഞങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കാല് വെച്ചിട്ടുള്ളൂ. ആ സമയത്താണ് ഈ ഒരു ആയത്ത് ഇത്രയും ആക്ഷേപമായ രീതിയിൽ, വളരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഈ ആയത്ത് ഇറങ്ങിയത് 4 സംവത്സര കാലത്തിനടക്കാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, 4 അല്ല, 14 അല്ല, 40 കൊല്ലായിട്ട് നമുക്ക് മാറാൻ സാധിച്ചോ? നമ്മൾ ആലോചിക്കണം, മടങ്ങാൻ സാധിച്ചോ? അള്ളാന്റെ ഖുർആനിലേക്ക്, അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മളോട് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ ഖുർആനിന്റെ ആയത്തുകള് വഹി ഇറങ്ങാത്ത സഹോദരങ്ങളെ നമ്മളെ നല്ല കാലം വിചാരിച്ചാൽ മതി. ഉണ്ടെങ്കിൽ ഏത് രൂപത്തിലായിരിക്കും. ആ അഹ്ലു കിതാബുകാരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞാണ്, ഒരു തമ്മാടിയാളായി മാറിയിട്ടുണ്ട്. അതിലേറെ വലിയ വാക്ക് ഒരു പക്ഷെ നമുക്ക് ഇതിൽ ഉപയോഗിക്കുമായിരുന്നു. കാരണം അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ. എല്ലാത്തിനും നമ്മളിങ്ങനെ ഒരു പിന്നോട്ടടിക്കുന്ന സ്വഭാവം അത് എല്ലാ രംഗത്തുണ്ട്. ദാനധർമ്മങ്ങളുടെ വിഷയത്തിലുണ്ട്, ഫർദ് നമസ്കാര വിഷയത്തിലുണ്ട്, ജമാഅത്തിന്റെ വിഷയത്തിലുണ്ട്, ഖുർആൻ പാരായണ വിഷയത്തിലുണ്ട്, ദീനി വിഷയം പഠിക്കുന്ന വിഷയത്തിലുണ്ട്. ഇങ്ങനെ എവിടൊക്കെ നോക്കിയാലും ആ ഒരു പിന്നോട്ടടിക്കുന്ന സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പാടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ഈ രാത്രി നമസ്കാരത്തിന് ഏതാനും ഒരു 9 ദിവസം അത് കൃത്യമായി നമ്മൾ നിർവഹിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാക്കുക. നമ്മുടെ മക്കളോട് ആ കാര്യങ്ങൾക്ക് ഉണർത്തുക. പള്ളികൾ സജീവമാകട്ടെ എന്നുള്ള ദിവസങ്ങൾ. പുറമെന്ന് ആരും കെട്ടി വരാനില്ല, നമ്മളൊക്കെ തന്നെ ഇവിടെ പങ്കെടുക്കാനുള്ളത്. എന്റെ പള്ളിയിൽ ഞാനേ ഉണ്ടാവുള്ളൂ, നിങ്ങളെ പള്ളിയിൽ നിങ്ങളെ ഉണ്ടാവുള്ളൂ. അങ്ങോട്ട് വയനാട്ടിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും ആൾക്കാർ ഇവിടെ വരാനില്ല. ഇനി ഉണ്ടെങ്കിൽ കുറച്ച് ബംഗാളികൾ വരും, നോമ്പ് നോക്കണേ. അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും നിസ്കരിക്കാൻ. ഇന്ന് അവര് കൈയാടിക്കൊണ്ടിരിക്കുകയാണ് പള്ളികളൊക്കെ. ഇമാമത്തിന് ഒരു ഖുതുബ നമുക്ക് തിരിയാത്തത് കൊണ്ടാണ് അവരെ അങ്ങോട്ട് അർപ്പണം ചെയ്യാത്തത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തലശ്ശേരി പള്ളിയിൽ ഒരു ബംഗാളി ഖുതുബ നടത്തുന്നുണ്ട്, പ്രസംഗിക്കാനുണ്ട്. ആൾക്കാരങ്ങനെ വേറെ അത്താനം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാം അവര് കൈയടക്കി. ഇപ്പൊ ചില പള്ളികൾക്ക് അവരാണ് 1, 2 സുഫിലൊക്കെ റമദാനെങ്കിലും അൽഹംദുലില്ലാ അവർ സജീവമാണ്. അപ്പോൾ നമ്മളെ നാട്ടിലെ ആൾക്കാർ ലഹരിയും വിറ്റ് അതും മണത്ത് അതും നക്കി സ്വന്തം വാപ്പാനും ഇമ്മാനും പെണ്ണുങ്ങളിൽ അയലക്കാരും കൊന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എവിടെ എത്തി നമ്മുടെ സമുദായം നോക്കിയാണ് നിങ്ങൾ? വെറുതെയാണ് ഖുർആൻ ചോദിച്ചത്. ഖുർആൻ ഇറങ്ങിയ ഒരു ആയത്ത് അത് ഹത്തൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ബാധകമാണ് അല്ലേ?
ആ ഉമ്മത്തിനോടാണ് അള്ളാന്റെ ചോദ്യം, നിങ്ങൾക്ക് ഇനി മടങ്ങാനായിട്ടില്ലല്ലേ? മുൻഗാമികളായതുപോലെ തമ്മാടികളായി നിങ്ങൾ മാറാൻ പാടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പള്ളിയും അതുപോലുള്ള ഖുർആൻ ഇതൊക്കെ വിട്ടാല് പിന്നീട് ആളുകള് എത്തിപ്പെടല് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങളിലായിരിക്കും എന്നുള്ള ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം നന്ന് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആറാമത്തെ ഒരു കാര്യം തരങ്ങള് നമ്മൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യാം. നമ്മൾ നമ്മളോട് ചോദിക്കാം, പടച്ചോനെ ഞാൻ ഇന്ന് എവിടെ നിൽക്കുന്നത്? എന്റെ ഖുർആൻ പാരായണം എവിടെ എത്തിയിട്ടുണ്ട്? എത്ര വക്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഇന്നലെ രാത്രി ഞാൻ തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുത്തോ? പഠന സംബന്ധമായ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്, ഞാൻ വല്ലതും പഠിച്ചോ? ഖുർആൻ എത്ര ആയത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്? അന്നാന്റെ റസൂലിന് എത്ര ഹദീസ് ഞാൻ പഠിച്ചിട്ടുണ്ട്? നിങ്ങൾ സ്വയം ഒരു വിചാരണ. ഞാനിപ്പോ നേരിട്ട് മരിക്കുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? എന്റെ അമലുകൾ കൊണ്ട് മാത്രം എനിക്ക് സ്വർഗത്തേക്ക് പോകാൻ പറ്റുമോ? അതോ കത്തിയാണെന്ന നരകത്തിലായിരിക്കും എന്റെ കടത്തം? അതല്ല ഉമർ പറഞ്ഞു, ഹാസിബു കബിലു ഹാസിബു. നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. നിങ്ങൾക്കുള്ള വിചാരണ വരുന്നതിന് മുമ്പേ ചില ഓർമ്മപ്പെടുത്തൽ കണക്ക് വിശദീകരിക്കുകയാണെങ്കിൽ സമയം ഒരുപാട് വൈകിപ്പോകും. മറ്റൊരു കാര്യം സൂചിപ്പിക്കുക, ഏഴാമത്തെ ഒരു കാര്യം എന്താ? നിങ്ങൾ രക്ഷിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, പരിഗണിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, മാതാപിതാക്കളെ അറുകൊല ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഈ സമയത്ത് നാം ഓർക്കേണ്ട അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്. എന്താ ഹദീസ് അറിയോ? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾ പറയാണ്, ഞങ്ങളോട് എല്ലാവരോടും മിമ്പറിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു റസൂലുള്ളാഹി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മിമ്പറിന്റെ അടുത്തെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാഗൂതം ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ള വന്ന് മിമ്പറിനെ കണ്ട് കയറുമ്പോ റസൂലുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് കയറുമ്പോഴും രണ്ടാമത്തെ സ്റ്റെപ്പ് കയറുമ്പോഴും മൂന്നാമത്തെ സ്റ്റെപ്പ് കയറുമ്പോഴും പതിവിന് വിപരീതമായിക്കൊണ്ട് ആമീൻ 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 3 തവണ ചോദിച്ചു. ആമീൻ പറഞ്ഞു. ഖുത്ബയൊക്കെ കഴിഞ്ഞ് പ്രസംഗം നടത്തി റസൂലുള്ള പുറത്തിറങ്ങിയപ്പോ സഹാബത്ത് ചോദിച്ചു. ചോദിക്കാൻ മടിക്കുന്നവരല്ല സഹാബത്തും സഹാബ വനിതകളും. അവർ ചോദിച്ച് മനസ്സിലാക്കും, റസൂലെ നിങ്ങൾ സാധാരണ കേൾപ്പോ കേൾക്കാത്ത 3 ആമീൻ ഞങ്ങൾ കേട്ടല്ലോ, എന്താ സംഭവിച്ചത് എന്ന് റസൂൽ അതിനോട് ചോദിച്ചപ്പോ റസൂല് പറയാണ്, ഖാലനി ജിബ്രീൽ, എന്റെ അടുത്ത് ജിബ്രീൽ വന്നു. റഹിമ അൻഫുൻ അബ്ദിൻ അദറക അബവൈഹി ഔ അഹദുഹുമാ ലം യുദ്ഖിൽകുൽ ജന്ന ഖുൽതു ആമീൻ. റസൂലുള്ളാഹ് പറയാണ്, എന്റെ അടുത്ത് ഞാൻ ഒന്നാമത്തെ സ്റ്റെപ്പുമ്പൊക്കെ കേറുമ്പോ മലക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, മാതാപിതാക്കളെ കിട്ടിയിട്ട് ആ മാതാപിതാക്കളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഉണ്ടല്ലോ, അവരെ ഉപയോഗപ്പെടുത്തുക. ആ ഉപയോഗപ്പെടുത്തിയിട്ട് സ്വർഗം വാങ്ങാൻ കഴിയാത്തവൻ നശിക്കട്ടെ എന്നില്ല എന്നല്ല അർത്ഥം. റഹിമ ഉണ്ടോ? റഹിമ അൻഫുൻ, ഒരു മനുഷ്യൻ നശിച്ചു പോട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. ഞാൻ ആമീൻ പറഞ്ഞു. സ്വന്തം മാതാപിതാക്കളെ ഉപയോഗപ്പെടുത്തിയിട്ട് സ്വർഗം വാങ്ങാൻ കഴിയാത്തവൻ നശിച്ചു പോകട്ടെ. ആരാ പ്രാർത്ഥിക്കണത്? അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീല പ്രാർത്ഥന. ആമീൻ പറയുന്നതോ ആലിങ്ങനുള്ള ഞാനും നിങ്ങളും അല്ലേ? ഒന്നുമല്ല, അള്ളാഹുന്റെ റസൂലാണ്. ഒരു പാപവും ചെയ്യാത്ത സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന, ജിബ്രീലിന്റെ ആ പ്രാർത്ഥനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആമീനും സഹോദരങ്ങളെ നമ്മുടെ തലക്ക് മുകളിൽ ഒരു വാളായി തൂങ്ങിക്കിടക്കുന്നുണ്ട്. എപ്പോഴാണ് നമ്മുടെ കഴുത്തിക്കത് പതിക്കുക എന്നുള്ളത് നമ്മൾ നല്ലോണം ആലോചിക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് കയറുമ്പോ റസൂലുള്ളാഹി ജിബ്രീൽ പ്രാർത്ഥിക്കാണ്. എന്താ പ്രാർത്ഥന എന്നറിയുമോ? റഹിമ അൻഫു അബ്ദിൻ ദഖല അലൈഹി റമളാൻ ലം യുഗ്ഫർ ലഹു. ഒരു റമളാൻ കിട്ടിയിട്ട് ആ റമളാനിൽ തന്റെ പാപങ്ങളെ പൊറുപ്പിക്കാൻ കഴിയാത്തവന് നശിച്ചു പോകട്ടെ. ഇപ്പോ ഞാൻ നിങ്ങളുടെ മക്കളുടെ ഒരു അവസ്ഥ, റമളാൻ കിട്ടിയിട്ട് ഈ റമളാനിൽ നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ ഉള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. സഹോദരങ്ങളെ, ആ ആമീനും ആ പ്രാർത്ഥനയും നമ്മുടെ തലക്ക് മീതെ കിടക്കുന്നുണ്ട്, ഒരു ചാണകല കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മാപ്പാക്കാനുള്ളത് മുഴുവനും മാപ്പ്
പറയിപ്പിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാത്തവരെ നശിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. ഞാനതിന് ആമീൻ പറഞ്ഞു. എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലി, എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലി. റസൂലുള്ളാഹിന്റെ പേര് എപ്പോ കേട്ടാലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് നമ്മൾ പറയണം. ഒരു സ്വലാത്ത് റസൂലുള്ളാഹിന്റെ മേൽ നമ്മൾ ചൊല്ലിയാൽ അത് 10 സ്വലാത്തായിട്ട് നന്മകളായിട്ട് നമ്മുടെ മേൽ അല്ലാഹ് രേഖപ്പെടുത്തുന്ന. ഇങ്ങനെ എല്ലാ നിരക്കും എന്റെ അടിമ നരകത്തിലേക്ക് പോകരുത് എന്ന് നമ്മളെക്കാൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നവനാ പടച്ചോൻ. നമുക്ക് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പേര് റഹ്മാനായത് റഹീമായി മാറിയത്. നമുക്കിങ്ങനെ തോന്നി നമ്മൾ വലിയ മുന്തിയ ആൾക്കാരെ തോന്നുന്നുണ്ടെങ്കിലേ അള്ളാന്റെ കരുണയും അവന്റെ കാരുണ്യവും കൊണ്ട് ജീവിച്ചു പോകുകയാണ് ഞാൻ നിങ്ങളൊക്കെ. ഞാൻ ഇന്നലെ എന്റെ സുഹൃത്തിന്റെ ഒരു അനുഭവം ഞാൻ എന്റെ വീട്ടിലെ എന്റെ ഭാര്യനോട് ഷെയർ ചെയ്തപ്പോ കണ്ണീര് വരികയാണ്. എന്താ സംഭവം തരങ്ങള്? എന്റെ കൂടെ ജോലി ചെയ്യുന്ന 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കിഡ്നി മാറ്റി വെച്ച് റീപ്ലാന്റ് ചെയ്യുമ്പോ 24 മണിക്കൂർ നിന്നിരിക്കുന്ന ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് അവരെ മയക്കി കിടത്തിയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ 24 മണിക്കൂർ ICUയിൽ കിടക്കുക. ആ സമയത്ത് ഉണ്ടായൊരു അനുഭവം അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാല്, എന്റെ തൊണ്ട പറ്റിയിട്ട് ഉമിനീര് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. തൊണ്ട പറ്റിയിട്ട് ഞാൻ ആ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ബെഡിൽ കിടന്ന് പ്രാർത്ഥിച്ചു, പടച്ചോനെ എനിക്ക് ഇതിലേറെ നല്ലത് ആ ഡയാലിസിസ് ആയിരുന്നു. കാരണം എന്താ നിങ്ങള്, അള്ളാഹു നമുക്ക് നൽകിയ ഉമിനീരുണ്ടല്ലോ, ഇതൊന്നും നമ്മൾ ഔദാര്യം കൊണ്ട് കിട്ടണമല്ല. ആ ഉമിനീര് നമ്മൾ അറിയാതെ ഇറങ്ങിപ്പോലുണ്ട് നോമ്പ് കാലത്ത് പോലും. പക്ഷെ നമ്മുടെ നോമ്പിനെ അള്ളാഹ് ബാത്തിലാക്കുന്നില്ല. അത് സൂക്ഷിച്ചു വെച്ച് നമ്മൾ ഒന്നിച്ചിറക്കിയാൽ നോമ്പ് ബാത്തില. ഇതിങ്ങനെ അള്ളാഹ് അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ മെല്ലെ മെല്ലെ നമ്മുടെ തൊണ്ടയിൽ നമ്മുടെ വായിലേക്ക് ഇങ്ങനെ വിടുന്നുണ്ട്. ഒരു ഉമിനീരിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെയാണ്. ആ ഉമിനീരിന് പകരം തൊണ്ട വരണ്ടിട്ട് ഞാൻ എന്റെ കൂടെ ഉള്ള നേഴ്സിനോട് പറഞ്ഞു, ആ പഞ്ഞിയിൽ ഒന്ന് നനച്ചിട്ട് നിങ്ങൾ ചുണ്ടിലൊന്ന് വെച്ചിരുന്നു ചോദിച്ചപ്പോ നേഴ്സ് പറഞ്ഞു പറ്റൂല. ആ 24 മണിക്കൂർ കഴിഞ്ഞ അവസ്ഥ എനിക്കറിയാം. ഇന്നലെ ഉച്ചയ്ക്ക് ഇതേപോലെ ഇരുന്നപ്പോ സംസാരിച്ചതാണ്. അപ്പോഴാണ് സഹോദരങ്ങളെ ഞാൻ നമ്മുടെ ഉമിനീരിന്റെ വില മനസ്സിലാക്കിയത്. നിങ്ങളൊന്ന് ആലോചിക്കണേ, നമുക്ക് എന്ത് തന്തിയും തറവാടായിട്ട് കാര്യമുണ്ടോ? അതങ്ങനെ അറക്കാൻ പറ്റില്ല. നമ്മുടെ സുഹൃത്ത് ഹബീബ് റഹ്മാൻ ഞരമ്പ് പൊട്ടിയിട്ട് ഉമിനീര് മുഴുവനും പൈപ്പിലൂടെ കുത്തിയെടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നതും അതേപ്രകാരം പൈപ്പിലൂടെയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കാണാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് റിക്കവറി ആയിട്ടുണ്ട്. ഹോസ്പിറ്റൽ ചെന്ന് മിംസിൽ ചെന്ന് ഡോക്ടർമാര് പരിശോധിച്ച് അപ്പം അല്പം വെള്ളം ഇറക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് മെസ്സേജ് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹം അയച്ചിട്ടുണ്ട്. ഇതൊക്കെ അനുഭവങ്ങളാണ്. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, അള്ളാഹുവിന്റെ പിടുത്തണ്ടല്ലോ, അത് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയൂല. അതുകൊണ്ട് കൃത്യമായ ഒരു ഓർമ്മയോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, 9ാമത്തെ ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? സഹാനുഭൂതി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളുടെ പ്രയാസങ്ങൾ നമ്മൾ കണ്ടറിയണം. ദാനധർമ്മങ്ങൾക്ക് ഏറെ പ്രതിഫലമുള്ള സമയമാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ, നോക്കൂ നിങ്ങൾ, അല അദുല്ലുക അലാ അബ്വാബിൽ ഖൈരി അസ്സൗം മുജന്നത്തുൽ വസദഖത്തു തുസ്ഫിഉ അൽ ഖതിയ. നോമ്പ് ഒരു പരിചയമാണ്. അതേ പ്രകാരം നമ്മുടെ ധർമ്മം നമ്മുടെ കഴിഞ്ഞ പോയ പാപങ്ങളെ മുഴുവനും കെടുത്തിക്കളയുന്നത്. കമായുദ്ഫിഉൽ മാഉൻ നാറ, തീയിനെ വെള്ളം എപ്രകാരമാണോ കെടുത്തിക്കളയുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങളെ കെടുത്തിക്കളയാൻ, കരിച്ചു കളയാൻ ധർമ്മത്തിന് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടെ തന്നെ ചേർത്ത് പറഞ്ഞ മറ്റൊരു കാര്യമാണ് സ്വലാത്തു റജുലി മിൻ ജൗഫിൽ ലൈലി, ഒരു മനുഷ്യന്റെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള നമസ്കാരം അഥവാ വിത്ർ അല്ലെങ്കിൽ ഖിയാമുൽ ലൈല് എന്നൊക്കെ പറയുന്ന ആ നമസ്കാരം. അതിപ്പോ നമ്മള് റമദാനിൽ തറാവിഹായി നമസ്കരിക്കുന്നു. എല്ലാം ഒന്ന് തന്നെയാണ്. അതും റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. എന്ത്? ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ പെടുന്ന ഏറ്റവും നല്ല നന്മയിലേക്കുള്ള കവാടമാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം സക്കാത്തിന്റെ വിഷയം.
ഞാൻ വിഷയം വളരെ വിശദമായിക്കൊണ്ട് സംസാരിച്ചതാണ്. സക്കാത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ഔദാര്യമല്ല, സഹോദരങ്ങളെ, പാവപ്പെട്ടവന്റെ അവകാശമാണ്. ആ പാവപ്പെട്ടവന്റെ അവകാശം കൈമുതലാക്കി വെച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്കറിയാം വലിയ ശിക്ഷകളാണ് വരാൻ പോകുന്നത്. വല്ലതിനെ യഗ്നിസൂന ദഹബ വൽ ഫിദ്ദ, ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്താണ്. ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് നാളെ നമ്മുടെ കഴുത്തിൽ ഒരു പാമ്പായി അള്ളാഹു ചാർത്തും എന്നുള്ള ആയത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. സകാത്ത് കൊടുക്കാനുള്ളവർ ആ കാര്യം ശ്രദ്ധിക്കാം. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. നല്ലൊരു സകാത്ത് സെല്ല് നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. സകാത്ത് സെല്ലിനെ നമ്മൾ നോക്കുകുത്തികളാക്കാൻ പാടില്ല. സകാത്ത് സെല്ലിൽപ്പെട്ട ആൾക്കാരും നോക്കുകുത്തികളായി മാറാനും പാടില്ല. കാരണം എന്താ, നിങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നിർവഹിച്ച ആ ഒരു ചെയറിലാണ് നമ്മൾ ഇരിക്കുന്നതിന്റെ ഓർമ്മ വേണം. എനിക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സകാത്ത് കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉഖബത്ത് ബിൻ ആമിർ, വലീദ് ബിൻ ഉഖബ, ദഹാഖ് ബിൻ ഖൈസ്, ഉബാദത്ത് ബിൻ സാബിത്ത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ സകാത്ത് കമ്മിറ്റി മെമ്പർമാർ. ഇഞ്ഞുണ്ട് പേരുകള്. സമയം വൈകുമെന്ന് അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക രാജ്യത്തിന്റെ വിസ്തൃതി വലിപ്പം വർദ്ധിച്ചപ്പോ ജനസംഖ്യ കൂടി. ഹിജറ 9-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്ത് കമ്മിറ്റിയിലേക്ക് വീണ്ടും കുറെ ആളുകൾ എടുത്തിട്ട് പറഞ്ഞു, ഇന്ന ഗോത്രത്തിലേക്ക് താങ്കളാണ്. ഉഖബത്ത് ബിൻ ഹിസാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബനൂ തമീം ഗോത്രത്തിന്റെ സകാത്ത് പിരിക്കേണ്ടത് താങ്കളാണ്. ബുറൈദത്ത് ബിൻ ഹസീബിനോട് പറഞ്ഞു, 2 ഗോത്രമാണ് താങ്കളുടെ ഡ്യൂട്ടി. അസ്ലമും അതേപ്രകാരം ഗഫാർ ഗോത്രവും. ഉബൈദത്ത് ബിൻ ബിശ്റിനോട് റസൂലുള്ളാഹി പറഞ്ഞു, സുലൈം ഗോത്രത്തിലെ സകാത്ത് നീയാണ് പിരിക്കേണ്ടത്. റാഫി ബിൻ മുഖീഫിനോട് പറഞ്ഞു, ഇതാ ജുഹൈന ഗോത്രത്തിലെ സകാത്ത് നീയാണ് പിരിക്കേണ്ടത്. അംർ ബിൻ ആസിനോട് പറഞ്ഞു, ഹിസാറ ഗോത്രം തന്റെ കീഴിലാണ്. ദഹാഖ് ബിൻ സുഫിയാനോട് പറഞ്ഞു, ബനു കിലാബ് ഗോത്രത്തിന്റെ സകാത്ത് നീയാണ് കളക്ട് ചെയ്യേണ്ടത്. സകാത്ത് സംഘടിതമായിട്ട് കൊടുക്കാൻ പറ്റുമോ? ചർച്ച നടക്കുന്ന കാലഘട്ടമായത് അല്ലേ? എന്തിനാ റസൂലുള്ളാഹി വെറുപണിയെടുത്ത് ഓരോ ഗോത്രത്തിന്റെ ആളെ വിട്ട് പറയാൻ അവിടുത്തെ സകാത്ത് ഇഞ്ചി കൊണ്ടുവന്നിട്ടോ? ഓരോ സ്ഥലത്തിലേക്കല്ല പ്രത്യേകം ആള് നിശ്ചയിച്ചിട്ടുണ്ട്. സന്നആയിലേക്ക് മുഹാജിർ അബൂ ഉമയ്യയോട് പറഞ്ഞു, സന്നആയിലുള്ള ഒറ്റയും തെറ്റയുമായ ആളുകളുണ്ടാവും. ഒരു മുസ്ലിം രാഷ്ട്രമാകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, അവിടെയുള്ള മുസ്ലിങ്ങളായ ആളുകളോട് സകാത്ത് വാങ്ങിക്കൊണ്ടുവരാൻ സന്നആയിലേക്ക് സ്ഥലത്തേക്ക് പറഞ്ഞേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗോത്രങ്ങളിലേക്ക് പറഞ്ഞയച്ചതാ, ഓരോ കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചതാ, രാജ്യത്തേക്ക് പറഞ്ഞേക്കുന്നു, നാട്ടിലേക്ക് പറഞ്ഞേക്കുന്നു, ഒരു പ്രവിശ്യയിലേക്ക് പറഞ്ഞേക്കുന്നു. സനആയിലേക്ക് മുഹാജിർ അബൂ ഉമയ്യയെയും ഹദറമൗത്തിലേക്ക് സിയാദ് ബിൻ ലബീദിനെയും തയ്യിലേക്ക് അദീ ബിൻ ഹാത്തിമിനെയും ബഹ്റൈനിലേക്ക് അലാ ഇബ്നു ഹദറമിയെയും നജ്റാനിലേക്ക് അലി റളിയല്ലാഹു അൻഹുവിനെയും റസൂലുള്ളാഹി നിയോഗിച്ചു. ഇന്ന സ്ഥലത്തെ സകാത്ത് താങ്കളാണ് കൊണ്ടുവരേണ്ടത്. ഇത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് പിടിച്ചു കൊണ്ടുവരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. അതുകൊണ്ട് ആ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ വിഷയത്തോടും കാര്യമായ രീതിയിൽ തന്നെ ഉള്ളവര് പ്രതികരിക്കണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി റമദാനെ ഏറ്റവും നല്ല റമദാനാക്കി മാറ്റാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ചാണ്. 9ാമത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ സമയത്തെ അപഹരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവയെ നമ്മൾ കരുതിയിരിക്കുക. അപഹർത്താക്കളെ നമ്മൾ സൂക്ഷിക്കും. അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും അല്ലേ? ഒരു മനുഷ്യന്റെ ശരാശരി 8 മുതൽ 10 മണിക്കൂർ വരെ ഇന്ന് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയകളാണ് എന്നാണ് ആധുനിക പഠനം നമ്മളെ പഠിപ്പിക്കുന്നത്. 8-10 മണിക്കൂർ ഒരു മനുഷ്യൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും മറ്റുമായി ചെലവഴിക്കുന്നു എന്നാണ് സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത്.
സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കി സമയം പാഴാക്കി കളയാതെ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വങ്ങളൊക്കെ നിങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നതാണ്. 10ാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള കൃത്യമായൊരു ആസൂത്രണം നടത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ എന്താകണം ഇനിയുള്ള നാളുകളിൽ എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ആലോചന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നരകം നമുക്കാർക്കും താങ്ങാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയാം, തീജ്വാല കണ്ടിട്ട് യൂഫ്രട്ടീസിന്റെ തീരത്ത് കൂടി നടന്നു പോകുമ്പോ അവിടെയുള്ള ഒരു ചൂളയില് തീയാളി കത്തുന്നത് കണ്ട് ബോധം കെട്ട് വീണ സഹാബത്തുണ്ടായിരുന്നു. അവർക്ക് ആ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ തീ കണ്ടപ്പോ എന്തിനാ ബോധം കെട്ട് വീണത് എന്ന് ചോദിച്ചപ്പോ ആ സഹാബി പറഞ്ഞത്, എനിക്ക് 25ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 12ാമത്തെയും 13ാമത്തെയും ആയത്ത് ഓർമ്മ വന്നു എന്നാണ്. നരകത്തിന്റെ ആ അടയാളം അവരെ കണ്ടപ്പോ ബോധം കെട്ട് വീഴുന്ന സഹാബത്ത് നമ്മൾ നേരിൽ കണ്ടാലും പാലം കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല എന്നുള്ള ആ ഒരു മനോഭാവം മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഒരു റമദാൻ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി എന്റെ സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന നല്ല മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളെ രോഗികളായവരുണ്ട്. അവർക്ക് അള്ളാഹു ശുക്ർ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി